ഫൈനലി റിയൽമി ബഡ്സ് T500 Pro ദേ നമ്മുടെ കയ്യിൽ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. 2599 എന്നുള്ള സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ആമസോണിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലും റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം, റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡെലിവറി ഡിലേ ആണ്. അതുകൊണ്ടാണ് ആമസോൺ ഞാൻ ചൂസ് ചെയ്തത്. 2 ദിവസത്തിനകത്ത് സാധനം അങ്ങോട്ട് എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളതാണ്. കയ്യിൽ കിട്ടിയ സമയത്താണ് കാണുന്നത് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിർമ്മിച്ച പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3000 രൂപ ബഡ്ജറ്റിൽ നമ്മളൊരു ഇയർബഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, അതിപ്പോൾ കോളിങ്ങിനായിക്കോട്ടെ, മ്യൂസിക്കിനായിക്കോട്ടെ, ഇനിയല്ല ഗെയിമിങ്ങിനായിക്കോട്ടെ, റിയൽമി ബഡ്സ് T500 Pro നല്ലൊരു ഓപ്ഷൻ ആണോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്ന് ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവസാനം നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും, ഇത് മേടിക്കണോ വേണ്ടയോ എന്നുള്ളത്. മൈക്വാളിറ്റിയും ഗെയിമിംഗും ഒക്കെ തന്നെ ഞാൻ ലൈവ് ഡെമോ ആണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് അത് അനുയോജ്യമാണോ എന്നുള്ളത് നല്ല രീതിക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് അൺബോക്സിങ്ങിനും അതുപോലെ തന്നെ ഓഫർ അപ്ഡേറ്റ്സിനും ടെക് അപ്ഡേറ്റ്സിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ഡീപ് സ്റ്റോർ. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് മേടിക്കാം. അതേപോലെ തന്നെ അവിടെ ഇയർബഡ്സുകളുടെ കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. കൂടാതെ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ഡീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി ബഡ്സ് T500 Pro. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ, കോമ്പാക്റ്റ് ആണ്. റിയൽമി ഈ ഒരു ഡിസൈനെ പറയണത് ക്യാൻഡി ബോക്സ് ഡിസൈൻ എന്നുള്ളതാണ്. ഒരൊറ്റ നോട്ടത്തിൽ ലെതർ കൊണ്ട് നിർമ്മിച്ചാണ് തോന്നും, പക്ഷേ ഇത് ലെതർ അല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. ആ ഒരു ലെതർ ടെക്സ്റ്റർ ഡിസൈൻ ആണ് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്, ഒരു പ്രീമിയം ലുക്കൊക്കെ ഈ ഒരു കേസിന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. റിയൽമിയുടെ ലോഗോ ഫ്രണ്ടിലുണ്ട്, തൊട്ടടിയിലായിട്ടൊരു LED ഇൻഡിക്കേറ്ററും, വലതുവശത്ത് 2 ഹോൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ കിട്ടുന്ന ലാനിയായിട്ട് തൂക്കാൻ പറ്റും. എന്നാൽ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ CMF ബഡ്സ് 2A 2+2 ഒക്കെയാണ്. അവിടെയാണ് ആക്ച്വലി ഈ ഒരു ഹോൾ അവർ കൊണ്ടുവന്നത്. എന്നാൽ അവിടെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കണമെന്ന്, ഈവൻ നമ്മുടെ സ്റ്റോറിൽ പോലും പലരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലാനിയാഡ് ഉണ്ടോ എന്നുള്ളത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് മേ ബി ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ കൊണ്ടായിരിക്കാം റിയൽമി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. എന്തായാലും ഇതുപോലുള്ള കോമ്പറ്റീഷൻസ് വരുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിന് എന്തായാലും നല്ല അഡ്വാൻറ്റേജ് ആണ്. ഇതുപോലെ നമുക്ക് നല്ല ഗിഫ്റ്റുകൾ ഇങ്ങനെ കിട്ടും ഫ്രീ ആയിട്ട് കേട്ടോ. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഹൈറസ് ഓഡിയോ, അതുപോലെ തന്നെ LSTC എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൂടാതെ തൊട്ട് അടിയിലായിട്ട് Type-C പോർട്ടും കാണാൻ സാധിക്കും. 560 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിലുള്ളത്. സോ അപ് ടു 56 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് ANC ഓഫ് ആക്കിയിട്ട് AAC കോഡക്കിൽ കേൾക്കുമ്പോഴത്തേക്ക്. എന്നാൽ ANC ഓൺ ആക്കിയിട്ട് നമ്മൾ AAC കോഡക്കിൽ കേൾക്കുമ്പോഴത്തേക്ക് അത് 33 മണിക്കൂറിലേക്ക് കുറയും. ഇതിനകത്ത് പിന്നെ LSTC കോഡക്കുണ്ട്. സോ LSTC കോഡക്ക് ഓൺ ആക്കിയിട്ട് നമ്മൾ ANC ഓഫ് ആക്കിയിട്ട് കേൾക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് 36 മണിക്കൂറും, ANC ഓൺ ആക്കിയിട്ട് LSTC കോഡക്കിൽ നമുക്ക് 23 മണിക്കൂറുമാണ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കമ്പനി പറയുന്നത്. പിന്നെ ഇതൊക്കെ തന്നെ റിയൽമി പറഞ്ഞാലും ഏറ്റവും അടിയിൽ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഡേറ്റ കംസ് ഫ്രം റിയൽമി ലാബ്, ആക്ച്വൽ റിസൾട്ട് മേ വേരി. അതായത് ഇതൊക്കെ തന്നെ റിയൽമിയുടെ ലാബിൽ മാത്രം കിട്ടിയ സംഭവമാണ്. ചിലപ്പോൾ റിസൾട്ടിൽ വ്യത്യാസം വരാം. അതായത് 56 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ 50 അല്ലെങ്കിൽ 40 ഒക്കെ ആവാം എന്നായിരിക്കും അവർ പറയണത്. എന്തായാലും നിങ്ങളിത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ആ ഒരു ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നത് ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡ് അവിടെ ഇരിപ്പുണ്ട്. അതിന് മുന്നേ ആ ഒരു ലിഡ് ക്വാളിറ്റി പറയണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല രീതിക്കുള്ള ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. നോർമലി മറ്റുള്ള റിയൽമിയുടെ ബഡ്സുകളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് പെയർ ചെയ്യുന്നതിന് മുന്നേ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോ പോപ്പപ്പ് ആയി വരുമായിരുന്നു ഗൂഗിൾ ഫാസ്റ്റ് പെയറിങ്ങിന്റെ. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം കണ്ടില്ല. ബഡുകൾ ഞാൻ ചെവിയിൽ എടുത്ത് വെച്ച് 5 സെക്കൻഡ് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് മാനുവലി പെയറിംഗ് മോഡ് ഓൺ ആക്കിയിട്ടാണ് ഞാനിത് അങ്ങോട്ട് പെയർ ചെയ്തത്. അതിനുശേഷം ബാക്കി എല്ലാം തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇതിനകത്ത് നടന്നു എന്നുള്ളതാണ്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ മേടിച്ച പ്രോഡക്റ്റിന് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. എന്തായാലും ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന ആ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ കാണാനും നല്ല രസമുണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ 12.4 mm ഹൈറസ് ഓഡിയോ ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡ്സുകളും വരിക. നല്ല പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല പ്രീമിയം ഫീൽ ആക്ച്വലി ഇത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു പിറകിൽ കാണുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ, അതുപോലെ തന്നെ ആ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആയിട്ടുള്ള യെല്ലോ കളർ, ഒരു മാങ്ങ ഉണ്ടല്ലോ അതുപോലെയാണ് എനിക്ക് ആക്ച്വലി ഇത് കാണുമ്പോഴത്തേക്ക് ബഡുകൾ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. 62 mAh വീതം ഓരോ ബഡുകളിലും നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 13.5 hours ആണ് സിംഗിൾ പ്ലേ ടൈം. അത് ANC ഓഫ് ആക്കിയിട്ട് AAC കോഡക്കിൽ. എന്നാൽ ANC ഓൺ ആക്കിയിട്ട് കേൾക്കുവാണെങ്കിൽ അത് 8 മണിക്കൂറിലേക്ക് പോകും. കൂടാതെ LSTC കോഡൊക്കെ ഓൺ ആക്കിയിട്ട് ANC ഓഫ് ആക്കിയിട്ട് കേൾക്കുവാണെങ്കിൽ അത് 9 മണിക്കൂറിലേക്കും, LSTCയും അതുപോലെ തന്നെ ANCയും ഓൺ ആക്കിയിട്ട് കേൾക്കുവാണെങ്കിൽ അത് 5.5 hours പോകും. കൂടാതെ 1 മണിക്കൂർ വേണം 100% ബഡുകൾ ചാർജ് ആകാനായിട്ട്. ഇവിടെയും ഈ ഒരു പ്ലേ ടൈമിന്റെ കാര്യത്തിൽ
മറ്റേ റിയൽമി മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 13.5 അവേഴ്സ് എന്നൊക്കെ പറയണത് ഇനി അതല്ല 5.5 അവേഴ്സ് എന്നൊക്കെ പറയണം നമ്മൾ ഉപയോഗിച്ചിട്ട് കിട്ടിയാൽ കിട്ടിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് ഇടുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഞാൻ നോർമലി എപ്പോഴും പറയുന്ന പോലെ തന്നെ റിയൽമിയുടെ പ്രോഡക്റ്റുകൾക്കൊക്കെ തന്നെ ആ ഒരു വെയറിംഗ് കംഫർട്ടിൽ ഒരിക്കലും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പിന്നെ 4.5 ഗ്രാംസ് മാത്രം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹെവിനെസ് ഒന്നും ചെവിയിൽ ഇതങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതങ്ങോട്ട് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം ക്രൗഡായിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നിങ്ങൾ പാട്ട് കേൾക്കുന്നു, അതുപോലെ തന്നെ മൂവീസ് കാണുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് മിണ്ടുമ്പോഴത്തേക്ക് ആ ഒരു ക്രൗഡ് വലിയ രീതിക്ക് അഫക്റ്റ് ചെയ്യുന്നു തോന്നുന്നെങ്കിൽ ഇതിനകത്തുള്ള 50 dB ഫ്ലാഗ്ഷിപ്പ് നോയ്സ് ക്യാൻസലേഷൻ അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ക്രൗഡ് അഫക്റ്റ് ചെയ്യാനേ പോകുന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടോപ്പ് സ്പീഡിൽ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ANC അങ്ങോട്ട് ഓൺ ആക്കുവാണെങ്കിൽ ആ ഒരു ഫാനിൻ്റെ സൗണ്ട് കേൾക്കത്തില്ല. അപ്പോൾ അത്രയും നല്ലൊരു റിസൾട്ട് എന്തായാലും ഇവിടെ ഈ ഒരു 50 dB ഫ്ലാഗ്ഷിപ്പ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് എന്തായാലും ഇഷ്ടമായും ചെയ്തു കേട്ടോ. കൂടാതെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത ഇതിനകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ബഡ് ജസ്റ്റ് ഒന്ന് ഇജക്ട് ചെയ്താൽ ആ ഒരു പാട്ട് പോസ് ആവും. കൂടാതെ ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പ്ലേ ആവും. ഇത് ആക്ച്വലി നമുക്ക് ബോട്ടിൻ്റെ എയർഡ്രോപ്പ് സുപ്രീമിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ല, എന്നാൽ ആ ഒരു ഇനിയർ ഡിറ്റക്ഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിൻ്റെ സുപ്രീം നല്ലൊരു ഓപ്ഷനാണ്. 1100 പല സമയങ്ങളിലും ഓഫർ സമയത്ത് 1000 രൂപയ്ക്കും ഈ ഒരു ബോട്ട് എയർഡ്രോപ്പ് സുപ്രീം കിട്ടും എന്നുള്ളതാണ്. എന്തായാലും റിയൽമിയിൽ എനിക്ക് തോന്നുന്നു 2799 അവരുടെ ബേസിക് ആ ഒരു ഇനിയർ ഡിറ്റക്ഷൻ ഉള്ളത്. ഞാൻ പലപ്പോഴും പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റിയൽമി ബഡ്സ് T310 ആ ഒരു ഇനിയർ ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ അവിടെ അൺഫോർച്ചുനേറ്റ്ലി അവർ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി ബഡ്സ് T500 Proയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻറ്റോല് ഇതിനകത്ത് 6 മൈക്ക് കോൾ സിസ്റ്റം ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 3 മൈക്കുകളും കാണാം. ഞാനിപ്പോൾ എന്തായാലും പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തൊട്ടടുത്തായിട്ട് ഒരു അമ്പലത്തിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പാട്ട് നിങ്ങൾക്ക് എന്തുമാത്രം അത്യാവശ്യം അടിപൊളിയായിട്ട് കേൾക്കാമോ? ഇതേപോലെ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. പാട്ടാണോ ഇനി ഞാൻ സംസാരിക്കുന്നതാണോ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക? എന്റെ വോയിസ് ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റുന്നത് ഉറപ്പായിട്ടും ഇത് കോളിങ്ങിന് ബെറ്റർ ഉണ്ടാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ ഇതിനകത്ത് SBC AAC LSTC കോഡൊക്കെ ഉണ്ട്. സോ ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയറോട് കൂടിയിട്ട് ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു റിയൽമി ബഡ്സ് T500 Proയിൽ കിട്ടുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള, ഇനി അതല്ല ബേസ് ഡോമിനേറ്റഡ് ഉള്ള ഏത് ഔട്ട്പുട്ടിലുള്ള ഇഷ്ടമാണെങ്കിലും ഇതിനകത്തുള്ള ആ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ പോയിട്ട് EQ ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ 360 ഡിഗ്രി സ്പെഷ്യൽ ഓഡിയോ ഇതിനകത്തുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്, അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ അങ്ങോട്ട് ട്രൈ ചെയ്തില്ല. ഇതെല്ലാം തന്നെ നമുക്ക് റിയൽമി ലിങ്ക് ആപ്പിൽ പോയിട്ടാണ് ചെയ്യാൻ പറ്റുക. എന്തായാലും വീണ്ടും പറയാനുള്ളത് ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ബേസ് ലവർ ആയിക്കോട്ടെ അല്ല വോക്കൽ ലവർ ആയിക്കോട്ടെ ഏതാണെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു ഡീൽ തന്നെയാണ്. പാട്ട് കേൾക്കുമ്പോഴേ നല്ലൊരു അടിപൊളി ആ ഒരു റിച്ച് ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്, ഒരു പ്രീമിയം ഫീലൊക്കെ തന്നെ അവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവേ. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ദീപക്സ് റിയൽമി ബഡ്സ് T500 Pro ഓൾറെഡി കണക്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞെക്കുമ്പോഴത്തേക്ക് ഇതേ കണ്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ കേസിൽ എത്ര ശതമാനം ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഈ ബഡുകൾ ഇപ്പോൾ കേസിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കേസിൻ്റെ കാണിക്കുന്നത്. എന്നാൽ ബഡ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ ബഡുകളുടെ മാത്രമായി കേസിൻ്റെ അങ്ങോട്ട് കാണിക്കത്തില്ല. കൂടാതെ നോയ്സ് കൺട്രോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം, അതുപോലെ തന്നെ ഓഫ് ആക്കാം, ട്രാൻസ്പെറൻസി മോഡിലൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ EQ മോഡ്സ് ഇവിടെ വന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ക്ലിയർ വോക്കൽസ്, നേച്ചർ ബാലൻസ്, ക്ലിയർ ബേസ് ബൂസ്റ്റ്. നിങ്ങളിപ്പോൾ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നേച്ചർ ബാലൻസ് ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം അടിച്ച് പൊളിച്ച് പാട്ടുകൾ കേൾക്കുകയാണെങ്കിൽ ഈ ഒരു ബേസ് ബൂസ്റ്റിലേക്കും പോകാൻ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം കണക്ക് നിങ്ങൾക്ക് മാറ്റി ഇട്ട് നോക്കിയിട്ട് ഒരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ സ്പേഷ്യൽ ഓഡിയോ നമുക്ക് ഇവിടെ വന്നിട്ട് കണ്ടോ ഇതുപോലെ ഓണും ഓഫും ഒക്കെ ആക്കാം. സ്പേഷ്യൽ ഓഡിയോ പിന്നെ LSTC കോഡൊക്കെ ഓൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് ആവത്തില്ല. LSTC കോഡൊക്കെ ഓഫ് ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഒരു സ്പേഷ്യൽ ഓഡിയോ ഓൺ ആക്കാൻ പറ്റുന്നത്. കൂടാതെ വോളിയം എൻഹാൻസർ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ആ ഒരു LSTC കോഡൊക്കെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഡൈനാമിക് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ AI ട്രാൻസ്ലേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ AI ട്രാൻസ്ലേറ്റ് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ഈ ഫോണിൽ നിന്നാണ് ആക്ച്വലി ഔട്ട്പുട്ട് കിട്ടുന്നത്, ബഡിൽ നിന്ന് അങ്ങോട്ട് വരുന്നില്ലായിരുന്നു. പക്ഷേ ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. കൂടാതെ ഗെയിം മോഡ് നമുക്ക് ഇവിടെ വന്നിട്ട് 45 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ മൈൻഡ് ഫ്ലോ മോഡ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മ്യൂസിക്കുകളാണ് അവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ബട്ടൺ സെറ്റിംഗ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഓട്ടോ പ്ലേ ആൻഡ് പോസ്, അതായത് നമ്മുടെ ഇന്നിയർ ഡിറ്റക്ഷൻ ഓണും ഓഫ് ആക്കാൻ പറ്റും, ഓട്ടോ ആൻസർ ഓണും ഓഫ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇയർബഡ് ഫിറ്റസ്റ്റ്
റിക്വസ്റ്റ് ഉണ്ട്, ഫൈൻഡ് മൈ ബഡ് ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ നമ്മൾ എത്ര മണിക്കൂർ ഈ ഒരു ബഡ് വെച്ചിട്ട് പ്ലേ ചെയ്തു എന്നൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. എന്തായാലും ഇത്രയാണ് നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. ബ്ലൂടൂത്ത് വെർഷൻ 6.1 ആണ്. കൂടാതെ IP55ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. കൂടാതെ ഇതിനകത്ത് ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് 3 ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ സാധിക്കും. നോർമലിയൊക്കെ നമ്മൾ കണ്ടുണ്ട് 2 ഡിവൈസുകൾ, പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 3 എണ്ണമാണ് അറ്റ് എ ടൈം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി 45 ms ലോ ലേറ്റൻസി മോഡ് വെച്ചിട്ട് BGMI പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് ട്രിഗറിന് കൈയെടുക്കുമ്പോൾ ആ ഒരു സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഔട്ട്പുട്ട് എന്തായാലും സ്പ്രേ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ടാപ്പ് ഒന്ന് നോക്കാം. പക്കയാണ് കേട്ടോ, കണ്ടോ? ജസ്റ്റ് ഒന്നുകൂടെ സ്പ്രേ ചെയ്യാം. എന്തായാലും ഓക്കെ ആണല്ലേ, കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് PUBG ഒക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഒരു പ്രോ പ്ലെയർ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊടിക്ക് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് വലിയ ഡിലേ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പണ്ടൊക്കെ ഇതുപോലെ ബ്ലൂടൂത്ത് ഡിവൈസ് വെച്ച് കളിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെ PUBG കളിക്കാറില്ല. പിന്നെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു BGMI ഓപ്പൺ ആക്കുന്നത്. അല്ലാണ്ട് ഞാൻ കൂടുതൽ അങ്ങനെ കളിക്കാറില്ല. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് വെച്ചും കൂടുതൽ അങ്ങോട്ട് കളിച്ച് നോക്കേണ്ടത്. എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് എന്താ പറയുക, നോർമൽ പ്ലെയർ ആണെങ്കിൽ കളിച്ച് പോകാം. പ്രോ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും എവിടെയെങ്കിലുമൊക്കെ തന്നെ ആ ഒരു ലാഗ് നിങ്ങൾക്ക് അനുഭവിക്കുന്നുള്ളിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു റിയൽമി ബഡ്സ് T500 Proനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2599 ആയിക്കോട്ടെ, ഇനി നല്ല 2799 ആയിക്കോട്ടെ, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ ഇല്ലെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് നല്ലൊരു ഡീല് തന്നെയാണ്. ഇത് ആക്ച്വലി ആർക്കെതിരെയാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ CMF ബഡ്സ് 2 പ്ലസിനൊക്കെ എതിരെയാണ്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ റിയൽമി ബഡ്സ് T500 Proയിൽ റിയൽമി കൊണ്ടുവന്നിട്ടുണ്ട്. സോ CMF വാങ്ങിയതിനേക്കാളും ഇപ്പോൾ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ T500 Pro തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ CMF ആണെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് പോകാം. പിന്നെ നത്തിങ്ങിൻ്റെ വാറൻറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും താല്പര്യമില്ലെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T500 Pro നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് 3000 രൂപയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ ഓഫർ സമയത്തൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് റിയൽമി ബഡ്സ് Air 7 ഒക്കെ 3000 രൂപയ്ക്കുള്ളിൽ വരാനായിട്ട്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 2799 എന്നുള്ള നോർമൽ റേറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഉറപ്പായിട്ടും 3000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഈ ഒരു ബഡ്സ് T500 Pro സജസ്റ്റ് ചെയ്യുന്നുള്ളൊരു വേറൊരു സംശയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.